രാഹുലെ ആ ദാസേണ്ണ, നീ എന്തുട്ടാ കാണിക്കുന്നേ? കിണറ്റിലെ വെള്ളം ഇളക്കി മറിക്കുക. ഈ മോട്ടറിലേ വെള്ളം കയറുന്നില്ല. ഇതിന്റെ ഫുട് വാൽവ് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് കുലുക്കിട്ട് വേണം ഇനി വെള്ളം കയറ്റാൻ. നീ എന്തിനെങ്ങനെ കിടന്ന് കഷ്ടപ്പെടണേ? നല്ല ക്വാളിറ്റി ഉള്ള സാധനം മേടിച്ച് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ സ്റ്റാർ ഫ്ലഷിന്റെ ഫുട് വാൾവ് മേടിച്ചിട്ടൂടെ? അതിനിപ്പോ ഇത് മോശമാണോ? പിന്നെ അല്ലാണ്ട് സ്റ്റാർ ഫ്ലഷ് ആവുമ്പോ നല്ല വെർജിൻ PPCP മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. അതിനും പുറമെ അതിന്റെ ഉൾഭാഗം നല്ല ഗാൽവനൈസ്ഡ് മെറ്റലാ. അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് പിടിക്കൂല, നശിച്ചു പോവില്ല. അതിനിപ്പോ ലീക്കേജ് ഉണ്ടാവില്ലല്ലേ? ഒരിക്കലും ഇല്ല. കാരണം ഓരോ വാൽവും കൃത്യമായ വാട്ടർ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാ പുറത്തിറങ്ങണേ. അതുകൊണ്ട് ലീക്കേജിന്റെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ കൂടെ കണക്ട് ചെയ്യാൻ സ്റ്റാർ ഫ്ലഷിന് തന്നെ ഹോസ് കോളറും കിട്ടുന്നേ. ഹോസ് കോളറാ? ആ, നമ്മള് സാധാരണ GI പൈപ്പല്ലേ ഉപയോഗിക്കാറ്. അവിടെയാണ് പലർക്കും തെറ്റ് പറ്റണേ. സാധാരണ GI പൈപ്പ് ആവുമ്പോ അതിന്റെ ഉൾഭാഗം പെട്ടെന്ന് തുരുമ്പിടിക്കും, അത് നശിക്കുകയും ചെയ്യും. പക്ഷെ സ്റ്റാർ ഫ്ലഷിന്റെ ഹോസ് കോളർ ഉണ്ടാക്കണതേ നല്ല ഹൈ ക്വാളിറ്റി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ അങ്ങനെ തുരുമ്പിടിക്കൂല, പെട്ടെന്ന് നശിച്ചു പോവില്ല. അപ്പൊ അതാണല്ലേ കാര്യം. അപ്പൊ ഈ എല്ലാ കോളറും വാൽവും ഒരേപോലെ അല്ലല്ലേ? ഇതിപ്പോ സ്റ്റാർ ഫ്ലഷ് പുലിയോ പിന്നെന്താ സംശയം? നീ നേരങ്ങളെ സ്റ്റാർ ഫ്ലഷിന്റെ ഫുട് വാൾവും കോളറും പോയി മേടിക്കരാ. നിനക്ക് ലാഭം, മോട്ടറിന് ഗുണം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. ആ